ഭാഷാപോര് രൂക്ഷമായിരിക്കെ തമിഴ്നാട് ബജറ്റിൽ തമിഴിന്റെ പ്രചാരണത്തിന് ഏറെ പദ്ധതികൾ. തമിഴ് താളിയോല ഗ്രന്ഥങ്ങൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനായി 2 കോടി രൂപ. തമിഴ് ബുക്ക് ഫെയർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തും. ദുബായിലും സിംഗപ്പൂരിലും അടക്കം ബുക്ക് ഫെയർ നടത്താനാണ് തീരുമാനം. വിദേശത്തുള്ള കുട്ടികളെ തമിഴ് ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി 10 കോടി രൂപയും വകയിരുത്തി. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചെയ്യുന്നു. റഹീസ്, ഹിന്ദി വിരുദ്ധ പോരാട്ടങ്ങളുടെ വലിയ രക്തരൂക്ഷിത ചരിത്രമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. ഇതിപ്പോൾ ആ പോരാട്ടം തുടങ്ങി അത് കുറച്ച് സീരിയസ് ആക്കുന്നു തമിഴ്നാട്. റുപ്പി എന്നുള്ളതിൻ്റെ മാറ്റി രൂ എന്നുള്ള തമിഴ് അക്ഷരം അവരുടെ ബജറ്റ് ലോഗോയിൽ ഉൾപ്പെടുത്തുന്നു. അതിനുശേഷം തമിഴിന് വേണ്ടി കൂടുതൽ വകയിരുത്തുക വഴി തരിമ്പിന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയല്ലേ സ്റ്റാലിൻ? മുഹമ്മദ് റഹീസ്, ഒരു നിലയ്ക്കും പിന്നോട്ടില്ല, ഈ പോരാട്ടവുമായി മുന്നോട്ട് തന്നെ. അത് മാത്രമല്ല, ഹിന്ദി തമിഴ്നാട്ടിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ തിരിച്ച് തമിഴ് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കും. അതിനപ്പുറം രാജ്യത്തിനപ്പുറത്തേക്ക് കൂടി തമിഴിനെ വ്യാപിപ്പിക്കും എന്നുള്ളൊരു സൂചന തന്നെയാണ് ഈ ബജറ്റിലുള്ളത്. എനിക്ക് സ്റ്റാലിൻ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബജറ്റായിരുന്നു ഇപ്പോൾ ഈ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കുന്നു. അവിടെ പ്രത്യേകമായി തമിഴിന് വേണ്ടി എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെയും കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ തമിഴ് താളിയോല ഗ്രന്ഥങ്ങൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 കോടി രൂപ നൽകുന്നതുമായി അതിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ തമിഴ് ബുക്ക് ഫെയർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കും. ഈ ചെന്നൈ ബുക്ക് ഫെയർ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ആളുകൾ വരുന്നതാണ്. അത് പ്രത്യേകിച്ച് നോർത്തേൺ സ്റ്റേറ്റുകളിൽ കൂടി ഇത് വ്യാപിപ്പിച്ചുകൊണ്ട് നടത്തും എന്നുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ബജറ്റിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ ദുബായിലും സിംഗപ്പൂരിലും അടക്കം ഈ ഒരു ബുക്ക് ഫെയർ നടത്താനും തീരുമാനമായിരിക്കുന്നു. വിദേശത്തുള്ള കുട്ടികളെ തമിഴ് ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അതിനായി ഒരു പ്രത്യേക സ്കീം തന്നെ തയ്യാറാക്കി അത് വരും വർഷങ്ങളിൽ കൃത്യമായി അതിനെ രൂപപ്പെടുത്തി കൊണ്ടുപോകാൻ കൂടി ബജറ്റിൽ തീരുമാനമായിരിക്കുന്നു. പിന്നോട്ടിൽ തമിഴ്നാട് പ്രഖ്യാപിക്കുന്നു, സ്റ്റാലിൻ പ്രഖ്യാപിക്കുന്നു. ഒരു ഭാഷയല്ലേ ഹിന്ദി, എന്തുകൊണ്ട് അതങ്ങ് പഠിച്ചുകൂടാ എന്ന കേവല ചോദ്യം തമിഴ്നാട്ടിൽ ചോദിക്കരുത്. കാരണം അവിടുത്തെ ഹിന്ദി വിരുദ്ധതയ്ക്ക്, ഹിന്ദി വിരുദ്ധ സമരത്തിനൊക്കെ കാലങ്ങളുടെ ചരിത്രങ്ങളുടെ രക്തരൂക്ഷം ഒരുപാട് മരണങ്ങളുടെയൊക്കെ ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഷാ നയം 1000 കോടി രൂപ വന്നാൽ നടപ്പിലാക്കില്ല എന്നൊക്കെ ഇന്നലെ സ്റ്റാലിൻ പ്രഖ്യാപിക്കുന്നത് കേട്ടു. അതങ്ങനെ തമിഴകം അങ്ങനെ ആ രീതിയിൽ മുന്നോട്ടേക്കാണ്.